Hello, good morning, students. A solitary human voice, excerpt from voices from Chernobyl, the oral history of a nuclear disaster by Svetlana Alexievich. ഇവരുടെ വർക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ടെക്സ്റ്റ്. എ സോളിറ്ററി ഹ്യൂമൻ വോയിസ്. സ്വെറ്റ്ലേന അലക്സിവിച്ചിനെ കുറിച്ച് നമുക്കറിയാം. 2015 നോബൽ പ്രൈസ് വിന്നറാണ്. 2015 നോബൽ പ്രൈസ് വിന്നറാണ് സ്വെറ്റ്ലേന അലക്സിവിച്ച്. ചെർണോബിൽ, അതായത് ഉക്രൈനിലുള്ള ചെർണോബിൽ എന്ന് പറയുന്ന ആ ദുരന്തത്തെക്കുറിച്ച് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അവിടെയുള്ള അണു ചോർച്ച, പിന്നീട് അവിടെയുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും, ഈവൻ ഇന്നും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചാണ് അവർ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എ സോളിറ്ററി ഹ്യൂമൻ വോയിസ്. ല്യൂഡ്മില ഇഗ്നാറ്റെങ്കോ, wife of a deceased fireman വാസിലി ഇഗ്നാറ്റെങ്കോ. ആദ്യമായിട്ട് ഇവർ ഓരോ വ്യക്തികളെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അതിൽ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുന്നത് ലുഡ്മില ഇഗ്നാറ്റെങ്കോ എന്ന് പറയുന്ന ഒരാളോടാണ്, ഒരു സ്ത്രീയോടാണ്. അതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ഫയർമാൻ ആയിട്ടുള്ള വാസിലി ഇഗ്നാറ്റെങ്കോ എന്ന് പറയും. അയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരയാണ് അദ്ദേഹം. അപ്പം അവരോടാണ് ചോദിക്കുന്നത്. വി വേർ ന്യൂലി വെഡ്സ്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളുകളായിരുന്നു. വി സ്റ്റിൽ വാക്ക്ഡ് അറൗണ്ട് ഹോൾഡിങ് ഹാൻഡ്സ്. ഞങ്ങൾ രണ്ട് കൈയും പിടിച്ച് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. ഈവൻ ഇഫ് വി വേർ ജസ്റ്റ് ഗോയിങ് ടു ദ സ്റ്റോർ. ഞങ്ങൾ സ്റ്റോറിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഞങ്ങളിങ്ങനെ രണ്ടാളും കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. ഐ വുഡ് സേ ടു ഹിം. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വാസിലി ഇഗ്നാറ്റെങ്കോ, അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, ലവ് യു, ലവ് യു. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദെൻ ഹൗ മച്ച്. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഐ ഹാഡ് നോ ഐഡിയ. We lived in the dormitory of the fire station where he worked. അങ്ങനെ അദ്ദേഹം ഒരു ഫയർ സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഡോർമെട്രിയിലായിരുന്നു ഞങ്ങൾ രണ്ടാളും താമസിച്ചിരുന്നത്. സോ ഐ ഓൾവേസ് ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ്, വേർ ഹി വാസ്, ഹൗ ഹി വാസ്. അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിന് സുഖമാണോ, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യമൊക്കെ എനിക്കപ്പോൾ അറിയാമായിരുന്നു. അങ്ങനെ വൺ നൈറ്റ് ഐ ഹേർഡ് എ നോയ്സ്. അങ്ങനെ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഐ ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ. പെട്ടെന്ന് ഞാൻ ആ ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കി. ഈ സ്വാമി, അങ്ങനെ അയാൾ എന്നെ കണ്ടു, അദ്ദേഹം എന്നെ കണ്ടു. ക്ലോസ് ദ വിൻഡോ ആൻഡ് ഗോ ബാക്ക് ടു സ്ലീപ്പ്. ആ വാതിലടച്ചിട്ട്, ആ ജനൽ വാതിലടച്ചിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറയാം. ദർ ഇസ് എ ഫയർ അറ്റ് ദ റിയാക്ടർ. റിയാക്ടറിൽ ഒരു തീയുണ്ട്. ഐ വിൽ ബി ബാക്ക് സൂൺ. അങ്ങനെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് പോയി. ഐ ഡിഡ്ന്റ് സീ ദ എക്സ്പ്ലോഷൻ ഇറ്റ്സെൽഫ്. ഞാൻ ആ പൊട്ടിത്തെറി പെട്ടെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. ജസ്റ്റ് ദ ഫ്ലെയിംസ്. ഞാൻ ആ തീജ്വാല മാത്രമാണ് കണ്ടിരുന്നത്. എവ്രിതിങ് വാസ് റേഡിയൻറ്റ്. എല്ലാം റേഡിയൻ്റ് ആയിരുന്നു, റേഡിയേഷൻ ഉള്ളതായിരുന്നു. ദ ഹോൾ സ്കൈ, ആ ആകാശം മുഴുവൻ, എ ടോൾ ഫ്ലെയിം ആൻഡ് സ്മോക്ക്. അവിടെ മൊത്തമായിട്ട് തീജ്വാലയായിരുന്നു, പുകയായിരുന്നു. ദ ഹീറ്റ് വാസ് ഓഫുൾ. അവിടെ ഭയങ്കരമായ ചൂടാണ്. ആൻഡ് ഹീ സ്റ്റിൽ ഹാഡിൻ കം ബാക്ക്. എന്നിട്ടും തിരിച്ചു വന്നില്ല. എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നില്ല. ദ വെൻറ്റ് ഓഫ് ജസ്റ്റ് ആസ് ദേ വേർ. അങ്ങനെ പെട്ടെന്ന് അവർ പോയി. ആസ് ദേ വേർ ഇൻ ദെയർ ഷർട്ട് സ്ലീവ്സ്. നോ വൺ ടോൾഡ് ദം ദേ ഹാഡ് ബീൻ കോൾഡ് ഫോർ എ ഫയർ. ദാറ്റ് വാസ് ഇറ്റ്. ഓക്കെ,
ആരും അവരോട് പറഞ്ഞില്ല അവർ തീ അണയ്ക്കാൻ വേണ്ടിയാണ് അവരെ വിളിച്ചത് എന്നുള്ളത്. 7 o'clock in the morning, അങ്ങനെ പിറ്റേന്ന് രാവിലെ 7 മണിയായി. At 7 I was told he was in the hospital. അങ്ങനെ 7 മണിക്ക് എന്നോട് പറഞ്ഞു അദ്ദേഹം ഹോസ്പിറ്റലായിട്ടുണ്ട്. I ran over there. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. But the police had already encircled it. പക്ഷേ പോലീസുകാരൊക്കെ അവിടെ ചുറ്റിയിരുന്നു. And they weren't letting anyone through. ആരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല. Only ആംബുലൻസുകൾ മാത്രം. The policemen shouted. പോലീസുകാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, The ambulances are radioactive, stay away. ഈ ആംബുലൻസിലും റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഡിയേഷൻ കിരണങ്ങളുണ്ട്, അതുകൊണ്ട് മാറി നിന്നുകൊള്ളുക, എല്ലാവരും മരിക്കും, ജീവൻ വേണേ മാറി നിന്നോളുക. ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ഫ്രണ്ട്. ഏതെങ്കിലും ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ നോക്കി. ഷി വാസ് എ ഡോക്ടർ അറ്റ് ദാറ്റ് ഹോസ്പിറ്റൽ. കാരണം ആ സുഹൃത്ത് ആ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവരെ നോക്കി. ഐ ഗ്രാബ്ഡ് ഹെർ വൈറ്റ് കോട്ട് വെൻ ഷി കെയിം ഔട്ട് ഓഫ് ആൻ ആംബുലൻസ്. അങ്ങനെ ഒരു ആംബുലൻസിൽ നിന്ന് പുറത്ത് വന്ന ആ ഡോക്ടറെ, ആ ഡ്രസ്സ്, ആ വൈറ്റ് കോട്ട് ഞാൻ മുറുകെ പിടിച്ചു. ഗെറ്റ് മീ ഇൻസൈഡ് പ്ലീസ്. അതായത് എന്നെയും കൂടി അതിൻ്റെ അകത്തേക്ക് കടത്തു. ഐ കാൺട്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിയില്ല. ഹി ഈസ് ബാഡ്, ദേ ഓൾ ആർ. ഹി ഈസ് ബാഡ്. ഹി ഈസ് ബാഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോശമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ മോശമാണ്. ദേ ഓൾ ആർ. ഐ ഹെൽഡ് ഓൺ ടു ഹെർ. ഞാൻ വീണ്ടും അവരെ മുറുകെ പിടിച്ചു. ജസ്റ്റ് ടു സീ ഹിം, എന്ന് കാണാൻ അനുവദിക്കൂ എൻ്റെ ഭർത്താവിനെ. ഓൾ റൈറ്റ്, ഷീ സെഡ്. ഓക്കെ, കം വിത്ത് മീ ജസ്റ്റ് ഫോർ 15 or 20 minutes. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഓക്കെ, ഞാൻ എന്നെ കാണാൻ അനുവദിക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഐ സോ ഹിം. ഹി വാസ് ഓൾ സ്വോളൻ ആൻഡ് പഫ്ഡ് അപ്പ്. എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ വികൃതമായിട്ടുണ്ട്. യു കുഡ് ബെയർലി സീ ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലായി. ഹി നീഡ്സ് മിൽക്ക്, ലോട്ട്സ് ഓഫ് മിൽക്ക്. ഒരുപാട് പാല് ആവശ്യമുണ്ടായിരുന്നു. മൈ ഫ്രണ്ട് സെഡ് ദേ ഷുഡ് ഡ്രിങ്ക് അറ്റ് ലീസ്റ്റ് 3 liters ഈച്ച്. ഓരോരുത്തരും 3 ലിറ്റർ പാല് എന്തെങ്കിലും അപ്പം കുടിക്കേണ്ടിയിരുന്നു, ഇതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി ഡസൻ ലൈക്ക് മിൽക്ക്. പക്ഷെ അദ്ദേഹത്തിന് പാൽ ഇഷ്ടമായിരുന്നില്ല. ഹി വിൽ ഡ്രിങ്ക് ഇറ്റ് നൗ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കുടിക്കും. Many of the doctors and nurses in that hospital, and especially the orderlies would get sick themselves and die. അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഡോക്ടേഴ്സ്, നേഴ്സസ്, അവരൊക്കെ ഇപ്പോൾ അസുഖം ബാധിച്ചിട്ട് ഇപ്പം മരിക്കും. ബട്ട് വി ഡിഡ്ന്റ് നോ ദാറ്റ് ദെൻ. പക്ഷേ ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു. ഇതിൻ്റെ ഒരു കാഠിന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. At 10, the cameraman Shishanok died. അന്ന് ക്യാമറ എടുത്തിരുന്ന ഒരു ഷിഷനോക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ക്യാമറാമാൻ. അദ്ദേഹം ഒരു 10 മണിയായപ്പം മരിച്ചു. ഹി വാസ് ദ ഫസ്റ്റ്. അതിൽ മരിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഐ സെഡ് ടു മൈ ഹസ്ബൻഡ്. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, വാസങ്ക, വാട്ട് ഷുഡ് ഐ ഡു? ഓ വാസങ്ക, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഗോ, യു ഹാവ് അവർ ചൈൽഡ്. ഇവിടുന്ന് പോകൂ, യു ഹാവ് അവർ ചൈൽഡ്. നിൻ്റെ വയറ്റിൽ നമ്മുടെ കുട്ടിയുണ്ട്. സോ യു ഹാവ് ടു ഗോ ഔട്ട് ഓഫ് ഹിയർ. ഐ വാസ് പ്രഗ്നൻറ്റ്. കാരണം ഞാൻ അന്ന് ഗർഭിണിയായി. ബട്ട് ഹൗ കുഡ് ഐ ലീവ് ഹിം? പക്ഷേ എനിക്കെങ്ങനെ അയാളെ, എൻ്റെ ഭർത്താവിനെ വിട്ട് പോകാൻ പറ്റും? He was saying to me, go, leave, save the baby. പോകൂ, കുട്ടിയെ രക്ഷിക്കൂ. First, I need to bring milk. Then we will decide what to do. ഏതായാലും വേണ്ടില്ല, ഞാൻ കുറച്ച് പാല് കൊണ്ടുതരാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. My friend Tanya Kibenok came running in. എൻ്റെ സുഹൃത്തായ താന്യ കിബനോക്ക് ഓടി വന്നു. ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ദ സെയിം റൂം. അവരുടെ ഭർത്താവും ഇതേ റൂമിലുണ്ടായിരുന്നു.
ഹെർ ഫാദർ വാസ് വിത്ത് ഹെർ. ഹി ഹാഡ് എ കാർ. അവരുടെ കൂടെ അവരുടെ അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു കാറും ഉണ്ടായിരുന്നു. സോ വി ഗോട്ട് ഇൻ ആൻഡ് ഡ്രോവ് ടു ദ നിയറസ്റ്റ് വില്ലേജ്. വി ബ്രോഡ് എ ബഞ്ച് ഓഫ് 3-liter bottles, 6. So there was enough for everyone, but they started throwing up terribly from the milk. Okay. അങ്ങനെ they kept passing out. They got put on IVs. The doctors kept telling them they had been poisoned by gas. അപ്പോൾ അവർ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരോട്, എന്താണ്, പിന്നെ അവർ പോയിസൺ ആയിട്ടുണ്ട്, ഗ്യാസാണ് വന്നത്, ഗ്യാസിനോട് പോയിസൺ ആയിട്ടുണ്ട് ഫോർ സം റീസൺ. നോ വൺ സെഡ് എനിത്തിങ് അബൌട്ട് റേഡിയേഷൻ. പക്ഷേ ആ റേഡിയേഷനെ കുറിച്ച് ആ സമയത്ത് ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. സോ ഐ കുഡിൻ ഗെറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ ദാറ്റ് ഈവനിങ്. സോ അന്ന് വൈകുന്നേരം എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ദർ വാസ് എ സീ ഓഫ് പീപ്പിൾ. അവിടെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഐ സ്റ്റുഡ് അണ്ടർ ഹിസ് വിൻഡോ. ഏതായാലും അദ്ദേഹം കിടക്കുന്ന ആ ഒരു റൂമിൻ്റെ വിൻഡോയുടെ താഴെ ഞങ്ങൾ നിന്നു. ഹി കെയിം ഓവർ ആൻഡ് യെൽഡ് സംതിങ് ടു മീ. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ എന്തോ പെറുപെറുത്തു. ഐ വാസ് സോ ഡെസ്പറേറ്റ്. സമ്മൺ ഇൻ ദ ക്രൗഡ് ഹേർഡ് ഹിം. ആരോ ഒന്ന് കേട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് കേട്ടു. ദേ വർ ബീയിങ് ടേക്കൺ ടു മോസ്കോ ദാറ്റ് നൈറ്റ്. അങ്ങനെ അവർ മോസ്കോ എന്ന് പറയുമ്പോൾ റഷ്യൻ്റെ ക്യാപിറ്റൽ അല്ലേ, അപ്പോൾ മോസ്കോയിലേക്ക് അവരെ കൊണ്ടുപോകും എന്ന് പറയാം. ഓൾ ദ വൈസ് ഗോട്ട് ടുഗെദർ ഇൻ വൺ ഗ്രൂപ്പ്. എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്നു. വി ഡിസൈഡഡ് വി വുഡ് ഗോ വിത്ത് ദം. ഞങ്ങളും വിചാരിച്ചു ഞങ്ങൾ അവരെ കൂടെ പോകുന്നു. ലെറ്റ് us ഗോ വിത്ത് അവർ ഹസ്ബൻഡ്സ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടെ ഞങ്ങൾക്ക് പോകണം. യു ഹാവ് നോ റൈറ്റ്. വി പഞ്ച്ഡ് ആൻഡ് വി ക്ലൗഡ്. ഞങ്ങൾ ശാഠ്യം പിടിച്ചു. ഞങ്ങൾ പോവും ഭർത്താക്കന്മാരോട് കൂടെ പോവും. സോൾജിയേഴ്സ്, ദർ വർ ഓൾറെഡി സോൾജിയേഴ്സ്. അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നു. ദേ പുഷ്ഡ് us back. ഞങ്ങളെ അവർ അങ്ങനെ പിന്തിരിപ്പിച്ചു, ഞങ്ങളെ അങ്ങനെ തള്ളി മാറ്റി. Then the doctor came out and said they were flying to Moscow. ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു അവർ മോസ്കോയിലേക്ക് പോവാണ്. But we needed to bring them their clothing. Okay. But we needed to bring them their clothing. The clothes they would worn at the station had been burnt. അവർ സ്റ്റേഷനിൽ സാധാരണ ധരിക്കുന്ന ആ ഡ്രസ്സുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. സോ we needed to bring some clothes for them. The buses had stopped running already and we ran across the city. അങ്ങനെ അതിലൂടെയുള്ള ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. So we came running back with the bags. But the plane was already gone. ഞങ്ങൾ ഈ ബാഗൊക്കെ ആയിട്ട് എത്തിയ സമയത്തേക്ക് പ്ലെയിന് ഓൾറെഡി മോസ്കോയിലേക്ക് പുറപ്പെട്ടു. ദേ ട്രിക്ഡ് us so that we wouldn't be there yelling and crying. ശരിക്കും അവർ പറഞ്ഞതിനേക്കാളും നേരത്തെ എടുത്തതാണ് വണ്ടി, പ്ലെയിന്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ കരച്ചിലും ഇതൊന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ലേറ്റർ ഇൻ ദ ഡേ ഐ സ്റ്റാർട്ടഡ് ത്രോയിങ് അപ്പ്. ഐ വാസ് 6 months pregnant. ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് 6 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ബട്ട് ഐ ഹാഡ് ടു ഗെറ്റ് ടു മോസ്കോ. പക്ഷേ എനിക്ക് മോസ്കോയിലേക്ക് പോയേ പറ്റൂ എൻ്റെ ഭർത്താവിനെ കാണാൻ. ഇൻ മോസ്കോ വി ആസ്ക്ഡ് ദ ഫസ്റ്റ് പോലീസ് ഓഫീസർ വി സോ. അങ്ങനെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ആദ്യത്തെ പോലീസുകാരനോട് ഞങ്ങൾ ചോദിച്ചു, വേർ ഡിഡ് ദേ പുട്ട് ദ ചെർണോബിൽ ഫയർമാൻ. എവിടെയാണ് ആ ഫയർമാൻ, ചെർണോബിൽ ഫയറിൻ്റെ ഇരകളായി ആകപ്പെട്ട ആ ഫയർമാനെ നിങ്ങൾ എവിടെയാണ് വെച്ചത്, എവിടെയാണ് അവരുള്ളത്? ആൻഡ് ഹി ടോൾഡ് us വിച്ച് വാസ് എ സർപ്രൈസ്. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, വളരെ ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യം,
Everyone had scared us into thinking it was top secret. Everyone had scared us into thinking it was top secret. അതായത് ഞങ്ങളെല്ലാവരും ഭയപ്പെടുത്തി. അതായത് ഇത് വലിയൊരു സീക്രട്ടാണ് എന്നുള്ള കാര്യം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവർ ഭയപ്പെടുത്തി. ഹോസ്പിറ്റൽ നമ്പർ 6 അറ്റ് ദ സ്കൂക്കിംഗ് കയ സ്റ്റോപ്പിലെ ഹോസ്പിറ്റൽ നമ്പർ 6 അവരുള്ളത്. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഫോർ എ റേഡിയോളജി ആൻഡ് യു കുഡൻറ്റ് ഗെറ്റ് ഇൻ വിത്തൗട്ട് എ പാസ്. റേഡിയോളജി വിഭാഗം ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് അവിടേക്ക് പാസ് ഇല്ലാതെ പോകാൻ പറ്റില്ല. ഐ ഗേവ് സം മണി ടു ദ വുമൺ അറ്റ് ദ ഡോക്ടർ ആൻഡ് ഷീ സെഡ് ഗോ അഹെഡ്. ദെൻ ഐ ഹാഡ് ടു ആസ്ക് സം വൺ എൽസ് ബാക്ക്. ഞാൻ കുറച്ച് പൈസ കൊടുത്തു അവിടെ ആ ഡോക്ടറെ അടുത്തുള്ള ആ പെണ്ണിന്. എന്നിട്ട് ഞാൻ ചോദിച്ചു. എന്നിട്ട് പലരോടും ഞാൻ ഇരുന്നു. ഫൈനലി ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ഓഫീസ് ഓഫ് ദ ഹെഡ് റേഡിയോളജിസ്റ്റ്. അങ്ങനെ അവസാനമായിട്ട് ആ ഹെഡ് റേഡിയോളജിസ്റ്റിൻ്റെ തലവൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുകയാണ്. ആഞ്ചലീന വാസിലേന ഗുസ്കോവ അവർ ആ പേര്, ആ ഹെഡിൻ്റെ പേര് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. റൈറ്റ് അവേ ഷീ സെഡ് ഡു യു ഹാവ് കിഡ്സ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. വാട്ട് ഷുഡ് ഐ ടെൽ ഹർ. ഞാൻ എന്താ അവരോട് പറയാം? ഐ ക്യാൻ സീ ഓൾറെഡി ഐ നീഡ് ടു ഹൈഡ് ദാറ്റ് ഐ ആം പ്രഗ്നൻറ്റ്. എനിക്ക് ഉറപ്പാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ സമ്മതിക്കില്ല, കാണാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മറച്ച് വെക്കേണ്ട ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായി. ദേ വോണ്ട് ലെറ്റ് മീ സീ ഹിം. ഇറ്റ്സ് ഗുഡ് ഐ ആം തിൻ. ഏതായാലും വേണ്ടില്ല, എന്നെ അവർ കാണാൻ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ മെലിഞ്ഞത് നന്നായി എന്ന് പറയും. കാരണം തടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയറൊക്കെ കാണും. സോ യു കാൺട്ട് റിയലി ടെൽ എനിത്തിങ്. യെസ് ഐ സേ ഹൗ മെനി. ഞാൻ പറഞ്ഞു യെസ്. ഹൗ മെനി കിഡ്സ് യു ഹാവ്. ഐ ആം തിങ്കിങ് ഐ നീഡ് ടു ടെൽ ഹർ ടു. ഇഫ് ഇറ്റ്സ് ജസ്റ്റ് വൺ ഷി വോണ്ട് ലെറ്റ് മീ ഇൻ. അപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞു. എ ബോയ് ആൻഡ് എ ഗേൾ. സോ യു ഡോണ്ട് നീഡ് ടു ഹാവ് എനി മോർ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവണ്ട അല്ലേ? ഓൾ റൈറ്റ് ലിസൺ. ഹിസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ നെർവസ് സിസ്റ്റം ആകെ പോയിട്ടുണ്ട്. ഓക്കെ. ഹിസ് സ്കൾ ഈസ് കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ തലയോട്ടി ആകെ പോയിട്ടുണ്ട്. ഓക്കെ, ഐ ആം തിങ്കിങ് സോ ഹി വിൽ ബി എ ലിറ്റിൽ ഫിഡ്ജറി. And listen, if you start crying, I will kick you out right away. അതായത് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കരയാൻ തുടങ്ങുകയാണെങ്കിൽ ഒറ്റ ചവിട്ടാണ്ടിട്ട് ഞാൻ. നോ ഹഗ്ഗിങ് ഓർ കിസ്സിങ്. നിങ്ങൾക്ക് അയാളെ തൊടാനോ അല്ലെങ്കിൽ കെട്ടിപ്പുണരാനോ അതുപോലെ കിസ് ചെയ്യാനൊന്നും പാടില്ല. ഡോണ്ട് ഈവൻ ഗെറ്റ് നിയർ ഹിം. അടുത്തേക്ക് പോകാൻ തന്നെ പാടില്ല. യു ഹാവ് ഹാഫ് ആൻ അവർ. 1/2 മണിക്കൂർ സമയം തരാം. ബട്ട് ഐ ന്യൂ ഓൾറെഡി ദാറ്റ് ഐ വാസ് ഇൻ ലിവിങ്. ഇഫ് ഐ ലീവ് ദെൻ ഐ വിൽ ബി വിത്ത് ഹിം. ഐ സ്വോർ ടു മൈസെൽഫ്. അദ്ദേഹത്തിനെ ഞാൻ അവിടുന്ന് വിട്ടുവെച്ച് പോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുവെച്ച് പോവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുമായിരുന്നു. I come in, they are sitting on the bed. അങ്ങനെ ഞാൻ അകത്തേക്ക് കടന്നു. അവർ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്ലേയിങ് കാർഡ്സ് ആൻഡ് ലാഫിങ്. കാർഡുകളൊക്കെ കളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വാസ്യ ദേ കോൾ ഔട്ട്. അവർ പേര് വിളിക്കുകയാണ്. വാസ്യ. ഹി ടേൺസ് അറൗണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. Oh well, now it's over. She has found me even here. He looks so funny. He has got pajamas on for a size 48 and he has a size 52. The sleeves are too short
The pants are too short, but his face isn't swollen anymore. They were given some sort of fluid. ഏതായാലും വേണ്ടില്ല, അദ്ദേഹത്തെ ഞാൻ നോട്ടും കണ്ടു. അദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ സൈസ്, പൈജാമാസിൻ്റെ സൈസ്, ഈ ഷർട്ടിൻ്റെ സൈസ്, ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറഞ്ഞത്. അങ്ങനെ I say, where do you run off to? He wants to hug me. ഞാൻ അങ്ങനെ പറയാണ്, where do you run off to? He wants to hug me. അങ്ങനെ അയാൾക്ക് എന്നെ കെട്ടിപ്പൊണ്ട രണ്ട് ഇതുണ്ടായിരുന്നു. The doctor won't let him. പക്ഷേ അദ്ദേഹത്തെ അതിന് ഡോക്ടർ അനുവദിക്കില്ല. Sit, sit, she says. അങ്ങനെ അവൾ പറയാണ്, അവിടെ ഇരിക്കുക. No hugging in here. ഇവിടെ ഒരിക്കലും കെട്ടിപ്പുണരാൻ സാധിക്കില്ല, പറ്റൂല. We turned it into a joke somehow, and then everyone came over from the other rooms too. Everyone from Pripyat. There were 28 of them on the plane. ഏകദേശം 28 പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി അവിടേക്ക് വന്നു. I wanted to be with him alone. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു. If only for a minute. The guys felt it, and each of them thought of some excuse. അങ്ങനെ ഓരോരുത്തരും ചില എക്സ്ക്യൂസിനെ കുറിച്ച് ചിന്തിച്ചു. And they all went out into the hall. Then I hugged him and I kissed him. He moved away. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അയാളെ ഒന്ന് കെട്ടിപ്പിണർന്നു, ഭർത്താവിനെ, എന്നിട്ട് ഒരു ഉമ്മ കൊടുത്തു. He moved away. Don't sit near me, take a chair. എൻ്റെ അടുത്തിരിക്കല്ലേ, ഒരു ചെയർ. ഓക്കെ, അങ്ങനെ I wanted to be with him alone. So if only for a minute. The guys felt it, and each of them thought of some excuse, and they all went out into the hall. Then I hugged him and kissed him. He moved away. Don't sit near me. Take a chair. എൻ്റെ അടുത്തേക്ക് ഇരിക്കരുത്, ഒരു കസാര എടുത്തിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു. That's just silliness, I said, waving it away. That's just silliness. അത് വെറുതെയാണ്. Okay, I said, waving it away. The next day when I came, അങ്ങനെ പിറ്റേന്ന് ഞാൻ വന്ന സമയത്ത്, they were lying by themselves, each in his own room. Okay, അങ്ങനെ they were lying by themselves. അവരവിടെ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ കിടക്കുകയാണ്. ഈച്ച് ഇൻ ഹിസ് ഓൺ റൂം. ഓരോരുത്തരും ഓരോ സെപ്പറേറ്റ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. They were banned from going in the hallway. അതായത് ആ ഹോൾവേയിലേക്കൊക്കെ പോകുന്നതിന് അവർക്ക് വിലക്കുണ്ടായിരുന്നു. ഫ്രം എ ടോക്കിംഗ് ടു ഈച്ച് അതർ. അവർ പരസ്പരം സംസാരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. They knocked on the walls with their knuckles. ആ നക്കിൾസ് കൊണ്ട് ഇങ്ങനെ ആ ചുമരിൽ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. Dash dot. The doctors explained that everyone's body reacts differently to radiation. പല വ്യക്തികളുടെയും ശരീരം പല രൂപത്തിലാണ് ഈ റേഡിയേഷനോട് ശരീരം റിയാക്ട് ചെയ്യുന്നത്. And what one person can handle, another can't. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. They even measured the radiation of the walls where they had them. ഓക്കെ, അതുപോലെ തന്നെ അവർ ചുമരിലുള്ള റേഡിയേഷൻ പോലും അവർ അളക്കുന്നുണ്ടായിരുന്നു. To the right, to the left, and the floor beneath. They moved out all the sick people from the floor below. അങ്ങനെ അവർ ഈ ഡോക്ടേഴ്സാണ് പറയുന്നത് കേട്ടോ. ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേഷനൊക്കെ അളക്കുന്നുണ്ട്. അതുപോലെ they moved out all the sick people from the floor below. ആ താഴത്തുള്ള ഫ്ലോറിലുള്ള എല്ലാ അസുഖം ബാധിച്ച ആളുകളെയും അവർ മാറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ഫ്ലോർ അബവ്, താഴത്തും മുകളിലത്തൊക്കെ. ദർ വാസ് നോ വൺ ലെഫ്റ്റ് ഇൻ ദ പ്ലേസ്. അപ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഹി സ്റ്റാർട്ടഡ് ടു ചേഞ്ച്. അങ്ങനെ
അദ്ദേഹം മാറാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എവറി ഡേ ഐ മെറ്റ് എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ. ഓക്കെ, പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാണ് അവിടെ. ഹി ബേൺസ് സ്റ്റാർട്ടഡ് ടു കം ടു ദ സർഫസ്. ദ ബേൺസ് സ്റ്റാർട്ടഡ് ടു കം ടു ദ സർഫസ്. മൗത്ത്, ഓൺ ഹിസ് ടങ്, ഹിസ് ചീക്സ്, ഇതൊക്കെ പൊള്ളിയിട്ടാണ് കൊണ്ടുവരുന്നത്. അറ്റ് ഫസ്റ്റ് ദർ വർ ലിറ്റിൽ ലെഷൻസ് ആൻഡ് ദെൻ ദേ ഗ്രൂ. ആദ്യമൊക്കെ ചെറിയ ഒരു പൊള്ളലേ ഉണ്ടാവുള്ളൂ, പിന്നെ അങ്ങനെ കൂടി. ഇറ്റ് കെയിം ഓഫ് ഇൻ ലെയേഴ്സ്, ലെയറായിട്ട് ഇങ്ങനെ കൂടുക. അതായത് റേഡിയേഷൻ്റെ പൊള്ളലാണ്. ആസ് വൈറ്റ് ഫിലിം, ദ കളർ ഓഫ് ഹിസ് ഫേസ്, ഹിസ് ബോഡി ബ്ലൂ, റെഡ്, ഗ്രേ, ബ്രൗൺ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് ഓൾ സോ വെരി മൈൻ, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഡിസ്ക്രൈബ്. നമുക്ക് വിവരണാതീതമാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു റൈറ്റ് ഡൗൺ. അത് എഴുതാനും പറ്റൂല. ആ രൂപത്തിലാണത്. ഓർ ഈവൻ ടു ഗെറ്റ് ഓവർ. ദ ഓൺലി തിങ് ദാറ്റ് സേവ്ഡ് മീ വാസ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് സോ ഫാസ്റ്റ്. എന്തായാലും പറയാം, അത് പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചിരുന്നത് എന്ന് പറയുന്നു. എന്തൊക്കെയാണെന്നുള്ളത് വിവരിക്കുന്നില്ലെങ്കിലും എല്ലാം പെട്ടെന്നായിരുന്നു. There wasn't any time to think. There wasn't any time to cry. ഒന്ന് ചിന്തിക്കാനോ ഒന്ന് കരയാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല. 14 days. In 14 days a person dies. അങ്ങനെ 14 വർഷം കഴിഞ്ഞു, 14 ദിവസത്തിനുള്ളിൽ ഒരാൾ വീണ്ടും മരിച്ചു. ഓക്കെ, വീണ്ടും മരിക്കല്ല, ഒരാൾ കൂടി മരിച്ചു. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് അടുത്ത പീരീഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, എന്നാലേ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് കണ്ടാൽ മാത്രം പോരാ, കണ്ടിട്ട് നോട്ട് എഴുതിയെടുക്കുക, എന്നാലേ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.